എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ പാറശാലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള നമ്മുടെ പുതിയ സിമൻറ്റ് പാതയിലൂടെ യാത്ര ചെയ്യാണ്. ഇന്ന് നല്ല മഴയാണ്, രാവിലെ തുടങ്ങിയ മഴ. അപ്പോൾ ഈ മഴയുടെ ചില കാഴ്ചകളും റോഡിൻ്റെ ഈ മഴയത്തുള്ള വ്യൂവും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുന്നത്. ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ നമ്മൾ പുഴിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. പുഴിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോകുന്ന പാതയാണ്. ഇവിടുത്തെ റോഡ് സിമൻറ്റ് റോഡാണ്. ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം തമിഴ്നാട് ബോർഡറിൽ നിന്ന് മുക്കോല എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ ബാലാപുരത്ത് വരുന്ന ആ റോഡിലേക്ക് എത്തുന്ന വരെയുള്ള റോഡ് സിമൻറ്റ് റോഡാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ചെയ്ത നാഷണൽ ഹൈവേ ആണ്. മഴ നല്ല തകർത്ത് പെയ്യാണ്. സിമെൻറ്റിൽ മഴവെള്ളം വീഴുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലേസിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മുകളിൽ കൂടെ പോകുന്ന റോഡ് കാഞ്ഞിരംകുളത്തേക്ക് പോകുന്ന റോഡാണ്. കാഞ്ഞിരംകുളം പൂവാറ് വിഴിഞ്ഞം പോകുന്ന ഹൈവേയിലേക്ക് പോകുന്ന റോഡുകളാണ് ഇതെല്ലാം തന്നെ. പിന്നെ ഇതിൽ എൻട്രി എക്സിറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. അതിലൊരു പോയിന്റാണ് നമ്മളിപ്പം പുഴിക്കുന്നിൽ നിന്ന് നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള പോയിന്റ്. ഇതിൻ്റെ സൈഡിലെല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മഴ വീണ്ടും വളരെ ശക്തമായി കൂടി. നമ്മൾ വൈപ്പർ ഒന്ന് ഓൺ ചെയ്യട്ടെ. വൈപ്പർ ഇട്ടു. ഗ്ലേസിങ് കാണാം റോഡിൽ. പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതി വെച്ചിട്ടുണ്ട്. രാത്രിയിൽ പോകുമ്പോഴേ നല്ല ഭംഗിയായിരിക്കും റോഡിൻ്റെ കാഴ്ചകൾ. ഇവിടെ വെച്ചേക്കുന്ന ചെടികൾ തെറ്റി ഒക്കെ കാണുന്നുണ്ട്. ബാക്കി എന്താണ് ചെടി എന്ന് അറിയത്തില്ല. അത്യാവശ്യം എന്താ പറയുന്നത്, കുറ്റിച്ചെടി പോലത്തെ ഒരു ചെടിയാണ്. അതിനിങ്ങനെ വെട്ടിയൊക്കെ വിട്ടിട്ടുണ്ട്. ഇതിൽ ചില സ്ഥലത്ത് കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ചെടിയെ കാണാമായിരുന്നു. അതല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ പൂവില്ലാത്തതിൻ്റെ ആണോ എന്നറിയില്ല. നമ്മൾ എന്താ പറയുക, അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നാഷണൽ ഹൈവേ ഇവിടെ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇതിൻ്റെ കേരള ബോർഡർ വരെയുള്ള, അതായത് നമ്മുടെ കാരോട് വരെയുള്ള ഹൈവേ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കാരോടിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള തമിഴ്നാടിൻ്റെ സൈഡിലുള്ള ഹൈവേയുടെ പണി ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കന്യാകുമാരിയൊക്കെ പോകുന്ന, നാഗർകോവിൽ പോകുന്നതിനൊക്കെ സമയം നമുക്ക് ലാഭിക്കാമായിരുന്നു. പക്ഷെ ആ വർക്ക് റോഡിൻ്റെ നടക്കുന്നതേ ഉള്ളൂ. അവിടെ ആ ഭാഗത്തെല്ലാം തന്നെ. ഇവിടെ എല്ലാം നമ്മുടെ ഈ മുള്ളുള്ള ഒരു ചെടിയുണ്ടല്ലോ, എന്താ പറയുന്നതിൻ്റെ ബോഗൺ വില്ല അല്ലേ ആണെന്ന് തോന്നുന്നു. അത് ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു റോസ് കളറിലുള്ള പൂക്കൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. നമ്മളിപ്പോൾ കോവളം സൈഡിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ബോംബെയിലേക്ക് ഇവിടുന്ന് 1711 കിലോമീറ്റർ. അത് ഈ നാഷണൽ ഹൈവേ നേരെ പോകുന്നത് ഇവിടുന്ന് എറണാകുളം, ഇവിടെ ആലപ്പുഴ, എറണാകുളം, അങ്ങനെ പോയിട്ട് കോഴിക്കോട്, മംഗലാപുരം, പിന്നെ അങ്ങനെ പോയി ഗോവയിലൊക്കെ വഴി അങ്ങനെ ബോംബെയിലേക്ക് പോകുന്നു. ആ ഒരു കിലോമീറ്ററാണ് വെച്ചേക്കുന്നത്. ഇവിടെ നിന്ന് ഇടത്തേക്കൊരു ബൈ റോഡ് തിരിയുന്നുണ്ട്. മുകളിൽ കൂടെ പോകുന്നത് പുത്തൻകട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇടത്തോട്ടുള്ള ബൈ റോഡ് പോകുന്നത്. മുകളിൽ കൂടെ അവിടെ പോകാനുള്ളൊരു പാലം കണ്ടായിരുന്നു. പിന്നെ ചാണി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനുള്ള റോഡ് ഇവിടുന്നാണ്. പുത്തൻകടയും ചാണി എന്ന് പറയുന്ന റോഡ് ഇവിടേക്കാണ്, ഇവിടുന്നാണ് പോകുന്നത്. മഴ കുറച്ചും കൂടെ വളരെ ശക്തമായി. നമ്മൾ വളരെ പതുക്കെയാണ് പോകുന്നത്. ഒരുപാട് വണ്ടികൾ നമ്മൾ ഓവർടേക്ക് ചെയ്തൊക്കെ പോകുന്നുണ്ട്. മഴയത്ത് നമുക്കൊരു പരിധി കൂടുതൽ നമുക്ക് സ്പീഡിൽ ഓടിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നമുക്ക് സേഫ്. കാരണം റോഡെല്ലാം തന്നെ വളരെ ഗ്ലാസ് പോലെ ഇരിക്കുന്നു. ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട്, നമുക്കിവിടെ കാണാം. ലെഫ്റ്റ് സൈഡിലായിട്ടൊരു എക്സിറ്റ് ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് വീണ്ടും മറ്റൊരു തരത്തിലുള്ള ചെടികളാണ് ഇതിൻ്റെ നടുക്കായിട്ട് നട്ടിരിക്കുന്നത്. കൊള്ളാം, കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. 2 വീലേഴ്സൊക്കെ മഴയത്ത് വളരെ കഷ്ടപ്പെട്ടാണ് പോകുന്നത് തോന്നുന്നു. നമ്മൾ സൈഡ് മാറിക്കൊടുക്കുക. ഒരു വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടി ഹോണടിച്ചു. നമ്മൾ സൈഡിലേക്ക് മാറിക്കൊടുത്തു. ഇവിടുന്ന് ബോംബെയുടെ കിലോമീറ്റർ വീണ്ടും എഴുതിയിട്ടുണ്ട്. 1710 കിലോമീറ്റർ നമ്മൾ ഇതിൽ നേരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ ബോംബെയിൽ എത്തിച്ചേരുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പം നാഷണൽ ഹൈവേയുടെ പണി തിരുവനന്തപുരം മുതൽ കഴക്കൂട്ടം മുതൽ അങ്ങോട്ട് എല്ലാ സ്ഥലത്തും കാസർഗോഡ് വരെ നടക്കുകയാണ്. ശരിക്കും ഒരുപാട് എന്താ പറയുക വലിയൊരു പ്രൊജക്റ്റാണ് ഇത്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാഞ്ഞിരംകുളത്തേക്കും പുത്തൻകടയിലേക്കും പോകുന്ന നമ്മുടെ ക്രോസിംഗ് ആയിട്ടുള്ള റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അവിടെ എത്തിയിട്ടുണ്ട്. കാഞ്ഞിരംകുളത്തേക്കും പുത്തൻകടയിലേക്കും പോകുന്ന ഈ ക്രോസിംഗ് ഏരിയയാണിത്. ഇവിടെ നിന്ന് നമുക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ചെങ്കൽ ശിവക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിൻ്റെ ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, ശിവപാർവതി ക്ഷേത്രത്തിൽ പോകുന്ന ബോർഡ്. ചെങ്കൽ ക്ഷേത്രത്തിലെ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ക്ഷേത്രം. നേരത്തെ അത് കോലാറിലുള്ള ടെമ്പിളിലായിരുന്നു ഉണ്ടായിരുന്നത്, കർണാടകത്തിൽ. ഇപ്പോൾ അത് ചെങ്കൽ ക്ഷേത്രത്തിലാണുള്ളത്. അവിടെ 2 ഗോപുരങ്ങളാണുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ആ ഗോപുരത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടേക്ക് പോകേണ്ടവർക്ക് തിരിയാനുള്ള ജംഗ്ഷനായിരുന്നു. അതുപോലെ തന്നെ കാഞ്ഞിരംകുളത്തേക്കും പോകാം. കാഞ്ഞിരംകുളം, പൂവാറ് ആ സൈഡിലേക്ക് പോകുന്ന ആളുകൾക്കും പോകാൻ പറ്റുന്ന എക്സിറ്റ് പോയിന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു മേജറായിട്ടുള്ള എക്സിറ്റ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിവൈഡറുകളൊക്കെ വെച്ചുകൊണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അവർ നടത്തുന്നുണ്ടായിരുന്നു. ഇനി ഇതാ ബോംബെയുടെ അടുത്ത ബോർഡ് 1709 കിലോമീറ്ററാണ് ബോംബെയിലേക്ക്. ഒരുപാട് എന്താ പറയുക, ഈ റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ ബൈ റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ കാത്തിരുന്നായിരുന്നു ഈ റോഡിലൂടെയൊക്കെ വണ്ടി ഓടിക്കുന്നുള്ളത്. പലപ്പോഴും എന്താ പറയുക, ആളുകൾ വളരെ റാഷായിട്ടൊക്കെ ഈ റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് തീർച്ചയായിട്ടും നമുക്കത് വളരെ മിനിമം സ്പീഡിൽ നമ്മൾ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ആ യാത്ര ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനെപ്പോഴും വിചാരിക്കുന്നു. ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണല്ലോ ഓടിക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. മഴയും യാത്രയുടെ ഒപ്പം തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെ ഒരു എക്സിറ്റ് പോയിന്റ് അടുത്തതായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിൽ നിന്ന് ചില വണ്ടികളൊക്കെ ഹോൺ അടിക്കുന്നുണ്ട്. എക്സിറ്റ് പോയിന്റ് ഇവിടെയല്ല, കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട്. ഇവിടെയൊക്കെ ഡിവൈഡറുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ മഞ്ഞ ചെടിയില്ല, അതിൽ പൂക്കൾ ഇങ്ങനെ കാണാം. അത് ഇവിടെ വയ്ക്കുന്ന ചെടികളിലാണ്. ഇത് ലാസ്റ്റ് ടൈം ഞാൻ വരുമ്പോൾ എല്ലാം നല്ല എണ്ണം പൂത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത് അത്രയും എന്താ പറയുക, ചെടികളൊക്കെ കുറേ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണമല്ല, പുൽച്ചെടികളൊക്കെ വളർന്നിരിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് ഇവിടെ അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു 600 മീറ്റർ കഴിയുമ്പോൾ ഒരു പെട്രോൾ പമ്പിലേക്ക് പോകുന്ന ഒരു വഴി കാണാം. ഇത് നമ്മളിപ്പോൾ എത്തുന്നത് മറ്റൊരു ക്രോസിംഗ് പോയിന്റാണ്. ഇത് പാലാപുരം കാഞ്ഞിരംകുളം റോഡാണ്. കാഞ്ഞിരംകുളം പൂവാറിൽ പാലാപുരത്ത് വരുന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡ് തിരുവനന്തപുരത്ത് നിന്ന് പ്രാവച്ചമ്പലം നേമം വഴി നേരെ പാലാപുരത്ത് വന്നിട്ട് പാലാപുരം വഴിമുക്ക് ജംഗ്ഷനിൽ നിന്ന് കാഞ്ഞിരംകുളം വഴി പൂവാറിലേക്ക് പോകുന്ന റോഡാണിത്. അതിൻ്റെ ക്രോസിംഗ് പോയിന്റാണ് ഈ കാണുന്നത്. നമ്മൾ സ്ട്രൈറ്റാണ് പോകുന്നത്. അത്യാവശ്യം തിരക്കുള്ള റോഡാണ് കാഞ്ഞിരംകുളം പൂവാർ റോഡ്. കാഞ്ഞിരംകുളം ജംഗ്ഷൻ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ എത്തുന്നതാണ്. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വീണ്ടും പോവുകയാണ്. എന്തൊക്കെയോ ലോറിയിൽ പിക്കപ്പ് സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ വെഹിക്കിളൊക്കെ പിക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വെഹിക്കിൾസൊക്കെ കിടപ്പുണ്ട്. സൈഡിലൊക്കെ നോക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് ചില പ്രത്യേക തരത്തിലുള്ള ചെടികളൊക്കെ നട്ടുപിടിച്ചായിട്ട് കാണാം. ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ട്. മുകളിൽ നിന്ന് എനിക്ക് തോന്നുന്നു നട്ടിട്ട് താഴേക്ക് പടർന്നു വന്നതാണെന്നാണ് തോന്നുന്നത്. ചെടിയുടെ പേരെനിക്കറിയില്ല. ഇവിടെ നിന്ന് 8 കിലോമീറ്റർ യാത്ര കഴിഞ്ഞാൽ വിഴിഞ്ഞാത്തെത്തും. പിന്നെ വീണ്ടും ബോഗൺവില്ല, ഇവിടെ വൈറ്റ് കളേർഡ് ബോഗൺവില്ലയാണ് കാണുന്നത്. വൈറ്റ് ബോഗൺവില്ല സൈഡിലായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഓവർടേക്ക് ചെയ്തുകൊണ്ടൊരു വണ്ടി അതാ അങ്ങനെ അത്യാവശ്യം സ്പീഡിൽ പോകുന്നു. ഇവിടെ ശരിക്കും സ്പീഡ് ചെക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ഒന്നും സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ പലപ്പോഴും ഞാൻ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനങ്ങൾ സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ മറ്റേ ക്യാമറയിലൂടെ സ്പീഡ് ചെക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ഥലത്ത് അത്യാവശ്യമായിട്ടാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെക്കിങ് അത്യാവശ്യമാണ്. റാഷ് ഡ്രൈവ് പോലുള്ള കാര്യങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ചെക്കിംഗ് സിസ്റ്റം വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടി വരും. വീണ്ടും നമ്മുടെ ഈ ഒരു 2 ഹൈറ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഇടിച്ച് താഴ്ത്തിയാണ് ഇവിടുത്തെ റോഡ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആ മുകൾ ഭാഗത്ത് 2 സൈഡിലും ബൈ റോഡുകളുണ്ട്.
അവിടെ ഒരു ബോർഡ് കാണാം, നെയിം ബോർഡ്. അത് വീണ്ടും മുംബൈയാണ് എഴുതി വെച്ചിരിക്കുന്നത്. 1706 കിലോമീറ്റർ. എല്ലായിടത്തും ബോംബെയിലേക്ക് പോകുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. കന്യാകുമാരി ടു പൻവേൽ ഹൈവേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, NH66 ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ബോംബെയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മുടെ മുകളിൽ കൂടെ റോഡ് കാണുന്നുണ്ട്. ഇതിലേക്കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പൂവാറ് വിഴിഞ്ഞം ആ റോഡിൽ നമുക്ക് ചെന്ന് എത്താൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട്. എക്സിറ്റ് പോയിന്റിൽ കൂടെ വണ്ടികൾ ഇതിനകത്തേക്ക് കയറി വരുന്നതായിട്ട് കാണാം. ഒരു വലിയ ലോറി ഇതാ വരുന്നുണ്ട് അകത്തേക്ക്. എക്സ്പ്രസ് ഹൈവേകളൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കുന്നതാണ്. ഇത്തരത്തിൽ ലോറികളൊക്കെ വന്ന് കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എക്സിറ്റ് പോയിന്റുകളുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയട്ടെ, എക്സിറ്റ് പോയിന്റ് അല്ലെങ്കിൽ എൻട്രൻസ് പോയിന്റ് ഉണ്ടെന്ന് തന്നെ ഒരു നേരത്തെ കാണിക്കുന്ന രീതിയിലൊരു സൈൻ ബോർഡ് വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നില്ല. ഈ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ റോഡ് വളരെ ഹൈറ്റിലാണ് കാണുന്നത്. താഴെ രണ്ട് സൈഡിലും വളരെ ഉയരത്തിലാണ് റോഡ് കാണുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് താഴെ ഒരു ടെമ്പിള് ഉണ്ട്. ഒരു ടെമ്പിള് കാണാം. നമുക്ക് ഇപ്പം മഴയായതുകൊണ്ട് അതിൻ്റെ വ്യൂ അത്ര ക്ലിയർ അല്ല, എന്നാലും നമുക്ക് ടെമ്പിള് കാണാവുന്നതാണ്. താഴെയായിട്ട് ടെമ്പിളുണ്ട്. ഇവിടെ വീഴുന്ന വെള്ളമെല്ലാം തന്നെ സൈഡ് റോഡിലേക്ക് പൈപ്പുകൾ വഴി ഇങ്ങനെ പോവുകയാണ്. യാത്രയുടെ മനോഹാരിത ശരിക്കും പറഞ്ഞാൽ കൂട്ടിത്തരുന്നത് ഈ ഒരു മഴ തന്നെയാണ്. മഴയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രത്യേക രസം തന്നെയാണ് നൽകുന്നത്. നമ്മളിപ്പോൾ മുക്കോല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന റോഡ്, ബാലരാമപുരം ജംഗ്ഷനിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന റോഡായിട്ടുള്ള മുക്കോല എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. അതിൻ്റെ ഏകദേശം എത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ സിമെൻറ്റ് റോഡിൽ കൂടെയാണ് പോകുന്നത്. ഏകദേശം നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ സിമെൻറ്റ് റോഡ് തീർന്നിട്ട് ടാറിട്ട് റോഡിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. നമ്മുടെ ഈ ഇവിടുന്ന് റൈറ്റിലേക്ക് ഒരു എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റിലേക്ക് പോകുന്ന പുളിങ്കുടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എക്സിറ്റിലൂടെ പോകുന്നത്. അത് പുളിങ്കുടി എന്ന് പറയുന്നത് നമ്മുടെ ഈ പൂവാറ് വിഴിഞ്ഞം റോഡിലുള്ള ഒരു സ്ഥലമാണ്. പുളിങ്കുടി, അതുപോലെ തന്നെ പയർമൂട് എന്നൊക്കെ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അതെല്ലാം ഈ ഒരു ഏരിയയിൽ വരുന്നതാണ്. ഈ സ്ഥലത്താണ് ഇതിലേക്കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രശസ്തമായിട്ട് തീർത്ഥാടന കേന്ദ്രമാണ് ആഴിമല എന്ന് പറയുന്നത്. എക്സിറ്റ് പോയിന്റ് ഇതാണ്. ആഴിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രമുണ്ട്. ആഴിമലയിലേക്ക് ഒക്കെ പോകാൻ നമുക്ക് ഈ വഴി കൂടെ പോകാവുന്നതാണ്. കടലിനോട് ചേർന്നുകൊണ്ട് ഒരു വളരെ മനോഹരമായിട്ടൊരു ശിവലിംഗം, അവിടെ നിന്നുള്ള കടലിലെ കാഴ്ചകൾ എല്ലാം വളരെ മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് അങ്ങോട്ടേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സിറ്റ് റോഡും കൂടെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. വേറെ വഴികളുണ്ട്, ഇതിലേ കൂടെ പോകാവുന്നതാണ്. നമ്മൾ സ്ട്രൈറ്റായിട്ട് പോവുകയാണ്. മഴയത്ത് നമ്മളെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് പല വണ്ടികളും പോകുന്നു. നമ്മളിപ്പോൾ ഒരു ഓട്ടോറിക്ഷയെ ഓവർടേക്ക് ചെയ്തു. താണ്ട ബോർഡ് കാണുന്നു. ഇവിടുന്ന് തിരുവനന്തപുരം 23 കിലോമീറ്റർ, കൊല്ലം 82, ആലപ്പുഴ 169, കൊച്ചി 222 കിലോമീറ്ററാണ് ഉള്ളത്. ഇവിടെ കുറേ ടിപ്പർ ലോറികളൊക്കെ നിർത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടിലേക്കുള്ള വർക്കിൻ്റെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ സിമെൻറ്റ് റോഡിൻ്റെ ഏരിയ അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ ടാറിൻ്റെ എൻഡ് റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് 499 കിലോമീറ്റർ, ഏകദേശം 500 കിലോമീറ്ററോളം ദൂരമുണ്ട് കോഴിക്കോടേക്ക്. നമ്മളിപ്പം ടാറിട്ട റോഡിലേക്ക് കയറിയിരിക്കുന്നു. നമ്മൾ ആ സിമെൻറ്റിൽ ടാറിൽ ഓടിക്കുമ്പോൾ ആ ഡിഫറൻസ് നമുക്ക് ശരിക്കും മനസ്സിലാവും. സിമെൻറ്റ് റോഡും ടാർ റോഡും തമ്മിലുള്ളൊരു വ്യത്യാസം റോഡിൽ ഓടിക്കുന്ന സമയത്ത് മനസ്സിലാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈഫ് സ്പാൻ കുറച്ച് കൂടുതൽ സിമെൻറ്റ് ആയതുകൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ സിമെൻറ്റ് റോഡുകൾ അത്രയും ദൂരം കൺസ്ട്രക്ട് ചെയ്തത്. ഈ തമിഴ്നാടിൻ്റെ ഏരിയയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. തമിഴ്നാടിൻ്റെ സൈഡിലേക്കുള്ള വർക്ക് നടക്കുകയാണ്. അത് ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് നേരെ കന്യാകുമാരിയിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ മുക്കോല, അതായത് ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് പോകുന്ന റോഡാണിത്. ഇത് മുക്കോല എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഇവിടുന്നൊരു ലെഫ്റ്റിലേക്ക് ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുക്കോല ജംഗ്ഷനാണ്. ബാലരാമപുരം പൂവാറ് റോഡാണിത്. നമ്മൾ ആ അണ്ടർ പാസിൻ്റെ അടിയിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആദ്യകാലങ്ങളിൽ ഈ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഈ റോഡിൽ കൂടെ, അതായത് ഇതിൻ്റെ കുറച്ച് സ്ഥലം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ ബൈപ്പാസ് ആദ്യത്തെ സ്ട്രെച്ചിൽ കോവളം വരെയാണ് ഉണ്ടായിരുന്നത്. കോവളത്തിൽ ഇങ്ങോട്ട് വർക്ക് മുന്നോട്ട് പോയിട്ട് ഈ ഒരു ഏരിയ ആദ്യം കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് ദൂരം സ്ഥലം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഇതിൽ കൂടെ എല്ലാം വളരെ എക്സൈറ്റഡോടുകൂടി യാത്ര ചെയ്തിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഏകദേശം കോവളത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. കോവളം ജംഗ്ഷനിൽ എത്തിച്ചേരുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ദൂരെ കാണുന്നത് ക്രൈസ്റ്റ് കോളേജ് എന്ന് പറയുന്ന സെൻറ്റ് ഫ്രാൻസിസ് കോളേജിൻ്റെ ബിൽഡിംഗ് ആണ്. ക്രൈസ്റ്റ് കോളേജിൻ്റെ ഇതിന് മുമ്പായിട്ടൊരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മീഞ്ഞ റോഡിൽ എത്തിച്ചേരാം. തിരുവനന്തപുരം കൊല്ലത്തേക്ക് വിടുന്ന 80 കിലോമീറ്ററാണ്. ആളുകളെല്ലാം തന്നെ വണ്ടിയെല്ലാം സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. മഴയുടെ ഇതുകൊണ്ട് ഓടിക്കാൻ പറ്റാത്തതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ആളുകളിങ്ങനെ സൈഡിലേക്ക് ഒതുക്കിയിട്ടേക്കുന്നത്. അത് ആ സ്ട്രൈറ്റ് കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈസ്റ്റ് കോളേജ് വിഴിഞ്ഞം ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വലിയ ബിൽഡിംഗ്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കുട്ടികൾക്ക് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരു വെള്ളം വന്ന് നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് വീണു. ആ ഉണ്ടെങ്കിൽ നടപ്പാലം കണ്ടോ, അത് ആളുകൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടൊരു നടപ്പാലം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രൈസ്റ്റ് കോളേജ് വളരെ ഭംഗിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ അവിടെ പല ഒഫീഷ്യലായിട്ടുള്ള പല കാര്യങ്ങൾക്കും പോകുന്ന സമയത്ത് അവിടെ പോയിട്ടുണ്ട്. നല്ല രസകരമായിട്ടുള്ള ഒരു ക്യാമ്പസൊക്കെയാണ്. നമ്മളിപ്പോഴേ മഴ നല്ല ശക്തമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ആ സൈഡ് ഏരിയയിൽ നിന്നൊക്കെ ബൈപ്പാസിലേക്ക് വെള്ളം വന്ന് വീഴുന്നത് കാണാം, ഒരു വെള്ളച്ചാട്ടം പോലെ. അതുപോലെ തന്നെ ബൈ റോഡിൽ കൂടെയൊക്കെ വണ്ടി പോകുന്ന സമയത്ത് അവിടെ നിന്ന് വെള്ളം നേരെ തെറിച്ച് മെയിൻ നാഷണൽ ഹൈവേയിലേക്ക് വന്ന് വീഴുന്നുണ്ട്. നമ്മൾ ഇപ്പം ഏകദേശം കോവളത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു വണ്ടി നമ്മളെ എതിരിലേക്ക് റൂട്ടൊന്നും അല്ലെങ്കിൽ ട്രാഫിക് റൂളൊന്നും നോക്കാതെ ഒരു 2 വീലർ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് പ്രത്യേകം സൂക്ഷിക്കണം, കാരണം മഴയത്തൊന്നും ആരും കാണില്ല. എല്ലാവരും അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും വരുന്നത്. അപ്പം ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ആയിരുന്നു പണ്ടത്തെ എക്സിറ്റ്. ഇപ്പോഴും അതിൻ്റെ ചെറിയ ഭാഗങ്ങളുണ്ട്. ഒഫീഷ്യൽ എക്സിറ്റ് അല്ല തോന്നുന്നു ഇപ്പോഴത്. പണ്ട് കാലത്ത് ഇതൊരു എക്സിറ്റ് ആയിരുന്നു, അൺഒഫീഷ്യലായിട്ടുള്ളൊരു എക്സിറ്റ് ആയിരുന്നു. അവിടെ കൂടെ കയറി വന്നൊരു 2 വീലറായിരുന്നത്. നമ്മളിങ്ങനെ പോയി ഒരു കാറുടെ സൈഡിലായിട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാണ്. പോയി ഏകദേശം കോവളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കോവളത്തിൻ്റെ അവിടുത്തെ സിഗ്നലാണ് സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നത്, കോവളത്തേക്ക് പോകുന്ന സിഗ്നല്. ഇവിടെ ഏകദേശം ഒരു 3-4 കിലോമീറ്ററാണ് കോവളത്തേക്കുള്ളത്. നമുക്കിപ്പോൾ സ്ട്രൈറ്റ് പോകാനുള്ള സിഗ്നൽ കത്തിക്കിടക്കുകയാണ്. സിഗ്നലാണ് കിടക്കുന്നത്. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് സിഗ്നൽ ക്രോസ് ചെയ്ത് പോവുകയാണ്. ബസ് വിഴിഞ്ഞത്തു നിന്നൊക്കെ വരുന്ന ബസ്സാണ് ഈ സൈഡ് റോഡിൽ കൂടെ വരുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ കോവളത്തേക്ക് വരുന്ന, കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള കോവളത്തേക്ക് തിരിയുന്ന ജംഗ്ഷനാണിത്. ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ പോകുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് ഇനി 12 കിലോമീറ്റർ ഉണ്ട്. ഫുള്ള് നമ്മൾ ഈ പറയുന്ന എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ഇൻ്റർനാഷണൽ ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ടെർമിനൽ കുറച്ച് ദൂരമാണ്. ഇത് ഇൻ്റർനാഷണൽ ടെർമിനൽ നമ്മുടെ ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ട്രാഫിക് ഈ റൂട്ടിൽ ഉള്ള ഒരു റൂട്ടാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. നമ്മൾ ഈ സൈറ്റ് പോകുന്നതിൻ്റെ അവിടെ ഒരു ടോളുണ്ട്. ടോള് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം ഡീവിയേറ്റ് ചെയ്താണ് പോകുന്നത്. ടോളിൽ കയറാതെ പോകുന്ന റൂട്ടും കൂടെയാണ് നമ്മൾ പോകുന്നത്. ടോളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ അതുകൊണ്ട് 125 രൂപയാണെന്ന് തോന്നുന്നു ടോളിൻ്റെ ചാർജ്. അപ്പോൾ അല്പം 50 ടോൾ കൊടുക്കാതെ പോകാം. അത്രയും വലിയൊരു എമൗണ്ടാണ്. ഇവിടെ ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കോവളത്തുള്ള ക്രാഫ്റ്റ് വില്ലേജിൽ പോകാവുന്നതാണ്. കോവളത്തെ ക്രാഫ്റ്റ് വില്ലേജ്. ലെഫ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളുടെ KTDCയുടെ ഒക്കെ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. ക്രാഫ്റ്റ് വില്ലേജിലേക്ക് പോകുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. KTDC ഹോട്ടലുണ്ട്. പിന്നെ അവിടെ ഒരു കുറേ വ്യൂ പോയിന്റുകളുണ്ട്, പാർക്കുകളുണ്ട്. ഈ 2 സൈഡിലും വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ റൂട്ടിൽ. സോ മഴയത്ത് ഇതിൻ്റെയൊക്കെ വിസിബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. എന്നാലും മഴ ഡ്രൈവ് വീഡിയോ ആയതുകൊണ്ടാണ് മഴയും അതിൻ്റെ കൂടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത്. നമ്മൾ ടോൾ ഒഴിവാക്കി എങ്ങനെ നാഷണൽ ഹൈവേയിൽ കൂടെ പോകാം എന്നുള്ള ആ റൂട്ടിലാണ് ഇപ്പം തിരിഞ്ഞ് പോകാൻ പോകുന്നത്. ഈ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് പോകുന്നുണ്ട്. ഇതിനെ പറയുന്നത് വാഴമുട്ടം എന്നാണ് പറയുന്നത്. വാഴമുട്ടം ജംഗ്ഷനിൽ നിന്ന് പാച്ചല്ലൂരേക്ക് പോകുന്ന റോഡുണ്ട്. അതിനോടൊരു
സിഗ്നൽ നിങ്ങൾക്ക് നേരെ കാണാം. ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് നേരെ തിരുവല്ല വഴി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങളെ ടോള് ഒഴിവാക്കി പോകാൻ പറ്റും എന്നാണ് പറ്റുന്ന റോഡാണ്. സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോളുണ്ട്. കാരണമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ടോളായിട്ട് അവർ മേടിക്കുന്നുണ്ട്. നമ്മളിവിടെ സിഗ്നലിൽ എത്തിയപ്പോഴത്തേക്കും സ്ട്രൈറ്റുള്ള സിഗ്നൽ കിടപ്പുണ്ട്, നമുക്കുള്ള സിഗ്നലില്ല. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് സിഗ്നൽ വരുന്നത്. ഇപ്പോൾ അതാണ്ട് യെല്ലോ സിഗ്നലായി സ്ട്രൈറ്റ് റെഡ് സിഗ്നലായിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ മഴയത്ത്. എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ ഈ ഒരു മഴയത്തുള്ള യാത്ര എന്ന് പറയുന്നത് നാഷണൽ ഹൈവേയിലൂടെ, പ്രത്യേകിച്ച് എക്സ്പ്രസ് ഹൈവേയിൽ കൂടെ പോകുമ്പോൾ വളരെ രസമുള്ളതാണ് ഈ മഴയത്തുള്ള യാത്ര. നമ്മൾ തന്നെ ഇവിടെ ഒരു വണ്ടി കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കുറുകെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, നോക്കാം. എന്തായാലും നമുക്ക് സിഗ്നൽ കിട്ടി, നമ്മൾ തന്നെ ഇങ്ങോട്ട് കയറി പോവുകയാണ്. ഒരു ബസ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ട്. അത് എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു പിടിയില്ല. നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ബൈ റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു KSRTC ബസ് എന്തൊക്കെ ഇടയിൽ കിടക്കുന്നു. എക്സ്പ്രസ് ഹൈവേയുടെ കാഴ്ചകൾ ഇനി ഒരു അല്പസമയം കഴിഞ്ഞ് വീണ്ടും തുടങ്ങും. നമ്മൾ ബൈ റോഡിലെ കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത്. നല്ല രീതിയിലുള്ള വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതലേ തിരുവനന്തപുരത്ത് വളരെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മഴയത്താണ് പോകുന്നത്. അപ്പം എക്സ്പ്രസ് ഹൈവേയിൽ അത്ര അറിയുന്നില്ലെങ്കിൽ നമ്മൾ ഈ ബൈ റോഡിൽ കയറുമ്പോൾ വളരെ നന്നായിട്ട് ഈ മഴയുടെ എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതാ വെള്ളക്കെട്ടായി മാറിയിരിക്കുകയാണ്. ഇവിടെ എല്ലാം വെള്ളക്കെട്ടാണ്. നോക്കാം ഇനിയിപ്പോൾ നമുക്ക് റോഡിലോട്ടൊക്കെ ഫുള്ള് വെള്ളം കയറുമോ എന്നറിയില്ല. എന്തായാലും ഇതിൽ കുറച്ചുകൂടെ അങ്ങോട്ട് പോകും, അമ്പലത്തറ ഒക്കെ ആ സ്ഥലം കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്ന സമയത്ത് പല സ്ഥലത്തും വെള്ളം കയറാറുണ്ട്. നമ്മുടെ വണ്ടിയുടെ ക്ലാസ്സിലേക്ക് ധാരാളം വെള്ളം തെറിപ്പിച്ചിട്ടുണ്ട്. മഴവെള്ളം ഫുൾ വെള്ളമാണ്. നമ്മുടെ ഈ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഏകദേശം 1-1.5 കിലോമീറ്റർ കൂടുതൽ ദൂരം നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ച് തിരുവല്ലത്ത് വന്നിട്ട് വീണ്ടും എക്സ്പ്രസ് ഹൈവേ കയറി നമ്മൾ അങ്ങ് പോകേണ്ടതാണ്, ഇഞ്ചിക്കൽ വഴി പോകേണ്ടതാണ്. പക്ഷെ നമുക്ക് ആ ഒരു എന്താ പറയുക, ടോളിനെ ഒഴിവാക്കി പോകുന്നതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ഫാസ്ടാഗ് ഞാൻ റീചാർജ് ചെയ്തിട്ടില്ല. അതാണ് മറ്റൊരു കാര്യം. റീചാർജ് ചെയ്യണം. അല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് എന്നെ പറഞ്ഞു വിട്ട് അല്ലെങ്കിൽ ആപ്പ് വഴിയൊക്കെ റീചാർജ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടും കൂടെയാണ് ഇതിൽ വരുന്നത്. ഈ റൂട്ടിലാണ് നമ്മളുടെ പ്രശസ്തമായിട്ടുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലേക്ക് പോകുന്ന എൻട്രൻസ്. സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്ന ഈ റൂട്ടിലാണ്. ഇവിടെ നിന്നാണ്, ഈ റൂട്ടിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മുടെ വെള്ളായണി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാർഷിക കോളേജിലേക്ക് പോകുന്ന റോഡ് ഇവിടെയാണ്. അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിൻ്റെ സൈഡിലായിട്ടാണ്, നമ്മുടെ ഈ ബൈ റോഡിൻ്റെ സൈഡിലായിട്ടാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ കാഴ്ചകൾ നമ്മുടെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തത്. പരശുരാമ ക്ഷേത്രം വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വെള്ളാണി കാർഷിക കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ ലേക്കൊക്കെ ഉണ്ട്, വെള്ളാണി ലേക്ക്. അവിടെയും നല്ല മനോഹരമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. മഴ തോന്നിട്ടില്ല. നമ്മൾ മഴയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലാവസ്ഥയിൽ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിരുവനന്തപുരത്തെ എക്സ്പ്രസ് ഹൈവേയിലും ബൈ റോഡിലോട്ടൊക്കെ ഉള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയൊക്കെ നല്ല മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ പറയുന്നത്. ഇന്നലെ ശരിക്കും എറണാകുളം എല്ലാം വളരെ വെള്ളത്തിൽ മുങ്ങി, കളമശ്ശേരി ആ ഭാഗത്തൊക്കെ കണ്ടു വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത്. ഇന്നലെ പക്ഷേ ഇവിടെ അത്ര മഴയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല മഴയുണ്ട്. നോക്കാം, എന്തായാലും ഉണ്ടാവും നോക്കാം. ഈ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വലിയ ടെമ്പിളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ പോയി വലിയ ടെമ്പിൾ കാണാം. അത്യാവശ്യം വലിയൊരു ഗോപുരവും ഒക്കെ ഉള്ളൊരു ടെമ്പിളാണ്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. വളരെ കാണാൻ നല്ല ഭംഗിയുള്ള ടെമ്പിളാണ്. ഉത്സവം ഭയങ്കര വലിയ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോഴേ പാച്ചല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പാച്ചല്ലൂർ ജംഗ്ഷനിൽ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന റോഡാണ് വെള്ളായണി ഒക്കെ പോകുന്നത്. വെള്ളായണി പോവാം.
സൈഡിൽ കൂടെ വിഴിഞ്ഞത്ത് പോവാം. നമ്മുടെ തിരുവനന്തപുരത്തുള്ള KSRTC കോവളം ബസ്സുകളെല്ലാം തന്നെ ഇതിലേ കൂടെ ഉണ്ട്, എക്സ്പ്രസ് ഹൈവേ കൂടെ ഉണ്ട്. ഇതിലേ കൂടെ ഒരുപാട് സർവീസുകൾ ഈ റൂട്ടിൽ കൂടെ വരുന്നുണ്ട്. പാച്ചല്ലൂർ ജംഗ്ഷനാണിത്. പാച്ചല്ലൂരിൽ നിന്ന് നമ്മൾ സ്ട്രൈറ്റ് ഇപ്പോൾ പോകുന്നത് തിരുവല്ലത്തേക്കുള്ള റോഡിലാണ്. പാച്ചല്ലൂർ ടു തിരുവല്ലം റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതവിടെ ഒരു പഴയ മോഡലുള്ളൊരു കെട്ടിടം ലെഫ്റ്റ് സൈഡിൽ കാണാം. കെട്ടിടം ലെഫ്റ്റ് സൈഡിൽ കാണാം. ഈ പോകുന്ന സൈഡിലായിട്ടൊരു ഹോട്ടലുണ്ട്. അതിൻ്റെ പേര് നോക്കട്ടെ. അത് എന്താ പറയുന്നത്, നല്ല ചിക്കൻ ഫ്രൈയും പൊറോട്ടയൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടൽ ഈ സൈഡിൽ കാണുന്നത് സംസം. ഈ കാണുന്ന ഹോട്ടലാണ് സംസം. നല്ല ഫുഡാണ്. ചിക്കൻ ഫ്രൈ, പൊറോട്ട എല്ലാം കിട്ടുന്ന നല്ലൊരു ഹോട്ടലാണ് സംസം. ഞാനിവിടെ കയറി കഴിച്ചിട്ടുണ്ട്. നല്ല ഭക്ഷണമാണ് കിട്ടുന്നത്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മഴയുള്ള യാത്ര. ശരിക്കും എന്താണ് ഈ ഫ്രണ്ടിൽ വരുന്നതാണ് നമ്മുടെ പുതിയ സിറ്റിയിലെ ഇത് ഇലക്ട്രിക് ബസ്. റെഡ് കളറുള്ള ഇലക്ട്രിക് ബസ് തിരുവനന്തപുരം സിറ്റിയിലുള്ള ഇലക്ട്രിക് ബസ്സാണ്. കോവളം അങ്ങനെ കുറേ റൂട്ടിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്.